എന്താണ് ശ്രീ അനിൽകുമാർ ഇതിന് താങ്കളുടേതായ മറുപടി? കാരണം കേസിൻ്റെ മെറിറ്റ് അവിടെ നിൽക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഈ ജാമ്യത്തിലൂടെ പരിശുദ്ധരാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കേസിൻ്റെ ഗൗരവമായ വശങ്ങൾക്ക് ഒരു ഇളക്കവും തട്ടാതെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു സർക്കാരിന് തിരിച്ചടിയായി BJP കാണാൻ തയ്യാറുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 19, 21, 22 3 വകുപ്പുകൾ സംബന്ധിച്ച വ്യാഖ്യാനങ്ങളിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇന്ത്യൻ ഭരണഘടനയിലെ 21-ാം വകുപ്പെന്ന് പറയുന്ന ആ വകുപ്പിൽ റൈറ്റ് ടു ലൈഫ് എന്ന വിഷയം ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഉയർത്തിയ നേതാവിൻ്റെ പേര് AK ഗോപാലൻ എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം. അദ്ദേഹം 1947 ആഗസ്റ്റ് 15 ജയിലിലായിരുന്നു. ആ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ആ കേസിലാണ് റൈറ്റ് ടു ലൈഫ് എന്ന വിഷയം മഹാനായ AKG ഉയർത്തുന്നത്. അത് പിന്നീട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഏറ്റവും നിർണായകമായ അടിക്കല്ലായ കേസായി മാറി. ആ കമ്മ്യൂണിസ്റ്റുകാരനായ AKG മുതൽ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ CPIM അംഗമായ സഖാവ് പ്രബീർ പുർകായസ്ഥ വരെയുള്ള ഉജ്ജ്വലന്മാരായ നേതാക്കന്മാർ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനും അതിനെ വിപുലപ്പെടുത്താനും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കനലൊരു തരിമതി എന്ന് പറയുന്നു. എന്താ കനലൊരു തരിമതി എന്ന് പറയുന്നത്? പ്രബീറിൻ്റെ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു കനൽ മാത്രമാണ്. ഇവിടെ നിങ്ങൾ വിലക്കെടുത്തിട്ടുള്ള ഗോദി മീഡിയയുടെ കോടിക്കണക്കിന് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ പ്രബീറിൻ്റെ ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അവർ എന്തിനാണ് ഇങ്ങനെ കടന്നാക്രമിച്ചത്? അത് മോഹൻ ഭഗവത് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്കൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്, അവർ കൾച്ചറൽ മാർക്സിസ്റ്റാണ്, അതിനൊന്ന് കൈകാര്യം ചെയ്യണം. അങ്ങനെ മോഹൻ ഭഗവതിൻ്റെ ആഹ്വാനപ്രകാരം കൾച്ചറൽ മാർക്സിസ്റ്റുകാരെ കൈകാര്യം ചെയ്യാനാണ് പാർട്ടി നേതാവായ സഖാവ് പ്രബീറിനെ അകത്തിട്ടത്. 2 കൊല്ലമായി ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ സഖാവ് ബ്രിട്ടാസ് പറഞ്ഞ പോലെ ഏത് ചൈനീസ് കമ്പനി? റിസർവ് ബാങ്ക് അനുമതി തന്നിട്ടില്ലേ? RBIയുടെ അനുവാദത്തോടു കൂടിയല്ലേ? FEMA കേസുണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ലംഘിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ ആരോപണം ഇതിനകത്തില്ല. FEMA ഇല്ലാത്തതിന് കാരണം എന്താണ്? റിസർവ് ബാങ്കിൻ്റെ അനുമതിയുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി നിങ്ങൾക്ക് വിദേശത്ത് പണം കൊണ്ടുവന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം? ഏത് കുറ്റത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അങ്ങനെ അറസ്റ്റ് ചെയ്യത്തക്ക കുറ്റമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇപ്പോൾ കോടതി പുറത്തുവിട്ടത്? ഞാൻ ആ വിധിന്യായത്തിലൊരു വകുപ്പ് ഞാൻ പറയാം, 53-ാം വകുപ്പ്. അത് വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട BG വിഷ്ണു ഒന്ന് കേൾക്കണം. ദോ വി വുഡ് ഹാവ് ബീൻ പെർസുവേഡഡ് ടു ഡയറക്ട് ദി റിലീസ് ഓഫ് ദി അപ്പലന്റ് വിത്തൗട്ട് റിക്വയറിംഗ് ഹിം ടു ഫർണിഷ് ബെയിൽ ബോൺസ് ഓഫ് സെക്യൂരിറ്റി. അതിനർത്ഥം എന്താണ്? ഒരു ജാമ്യമില്ലാതെ അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുറ്റപത്രം കോടതി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തൽക്കാലം ജാമ്യക്കാരെ കൂടെ കൊടുത്തേക്ക് കേട്ടോ. ഇതാണ് കോടതി വിധി. നിങ്ങൾ കുറ്റപത്രം കൊടുത്തത് കൊണ്ട് 2 ജാമ്യക്കാരെയും കൊടുത്തേര്. കുറ്റപത്രം കൊടുത്തില്ലായിരുന്നെങ്കിലോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പുറത്തേക്ക് ഇറക്കി വിഴുകൊല്ലം ജയിലിൽ കെട്ടിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ട പോലെ പ്രബീറിനെ പുറത്തേക്ക് ഇറക്കി വിടും. സത്യേന്ദ്ര ജെയിനിൻ്റെ കേസിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഈ മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ 1 കൊല്ലം പിടിച്ചിട്ടത്? സത്യേന്ദ്ര ജെയിനിൻ്റെ കേസ് ചോദിച്ചോ? ആം ആദ്മി പാർട്ടി നേതാവിൻ്റെ കേസിനകത്ത് എന്താ യാഥാർത്ഥ്യം? ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ചൈന എന്ന് പറഞ്ഞാൽ ഉടനെ പകച്ചു പോകരുത്. അമേരിക്കയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ചാരന്മാരല്ലെന്നേ. അമേരിക്കയിലുള്ള മുഴുവൻ മനുഷ്യന്മാർ ഇന്ത്യക്കെതിരല്ലെന്നേ. അമേരിക്കയെ പ്രവർത്തിക്കുന്ന എത്രയോ ജനാധിപത്യ വിശ്വാസികൾ അമേരിക്കൻ ഭരണകൂടത്തിനെതിരാണ്. അമേരിക്കൻ ഭരണകൂടത്തിനെതിരായ അമേരിക്കയിൽ തന്നെ സർവകലാശാലകളിൽ ഇപ്പം തന്നെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കില്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ അമേരിക്കൻ പൗരെന്ന് കേട്ടാൽ ഉടനെ ഇന്ത്യയുടെ ദേശീയത തിളപ്പിക്കണ്ട. ഇനി ചൈനയെന്ന് കേട്ടാൽ നരേന്ദ്രമോദിക്ക് PM കെയർ ഫണ്ടിൽ നിന്ന് ചൈനയിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ ഒരു പാടുമില്ലായിരുന്നല്ലോ. അത് ജോൺ ബുട്ടാസ് ലോകസഭയിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ അങ്ങ് തിളക്കണ്ട. ഇവിടെ കൃത്യമായ പ്രശ്നം എന്താണ്? എന്താ ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനം? ഒക്ടോബർ 3-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. പ്രബീറിനെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ ഹൈക്കോടതി നേരത്തെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, പ്രബീറിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന കേസിൽ. അപ്പോൾ പ്രബീറിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് വേറൊരു FIR ഉണ്ടാക്കുന്നു, എന്നിട്ട് വേറൊരു റിമാൻഡ് അപേക്ഷ ഉണ്ടാക്കുന്നു. എന്നിട്ട് പ്രബീറിൻ്റെ വക്കീലിനെ അറിയിക്കാതെ വെളുപ്പിനെ 6 മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. 6 മണിക്ക് മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് 7 മണിയായപ്പോൾ പ്രബീറിൻ്റെ അഡ്വക്കേറ്റിൻ്റെ വാട്സപ്പിലേക്ക് ഈ റിമാൻഡ് അപേക്ഷയുടെ കോപ്പിയും FIRൻ്റെ കോപ്പിയും സെൻഡ് ചെയ്യുന്നു.
അപ്പോൾ 6 മണിക്ക് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഓർഡർ അനുവദിച്ചു കഴിഞ്ഞു, ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കള്ളത്തരം പിടിക്കപ്പെട്ടുന്ന ഘട്ടം വന്നപ്പോൾ ജഡ്ജി എന്ത് ചെയ്തു? ജഡ്ജി ആ റിമാൻഡ് ഓർഡറിനകത്ത് തിരുത്തൽ വരുത്തി. നിങ്ങൾ ആ ജഡ്ജിമെൻറ്റിൻ്റെ 4ാമത്തെ പേജിനകത്ത് ആ റിമാൻഡ് ഓർഡർ ജഡ്ജിയുടെ കൈപ്പടൽ എഴുതിയിട്ടുണ്ട്. നീതിന്യായ പീഠങ്ങളെപ്പോലും കോടതികളെപ്പോലും ഇവിടുത്തെ അമിത്ഷായുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ റാഞ്ചിക്കൊണ്ടുപോയതിൻ്റെ തെളിവല്ലേ ഇത്? അതിൻ്റെ ഭാഗമായി നിയമവിരുദ്ധമായി സുപ്രീം കോടതിയുടെ വിധിയെ ലംഘിച്ചതിൻ്റെ തെളിവല്ലേ ഇത്? അതിനാവർത്തിച്ച് താഴത്തെ കോടതി, അതിൻ്റെ മേലെ സെഷൻസ് കോടതി, അതിൻ്റെ തൊട്ടുമേലെയുള്ള ഹൈക്കോടതി, ഈ 3 കോടതികൾ നീതി കൊടുക്കാതെ വന്നപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ട് സവിശേഷ നീതി. ഞാനൊരു കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഞാൻ കൊണ്ട് പറയാം, ഇ ഡിയോട് പറഞ്ഞ കാര്യം പറയാം. ഇ ഡിയോട് എന്താ പറഞ്ഞറിയാമോ? ഉചിതമായ കേസിൽ നിങ്ങളെ ഞങ്ങൾ പിടിക്കും. സുപ്രീം കോടതി ആദ്യം ഇറങ്ങി തിരിച്ചല്ല. ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് എന്താണെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുക എന്ന് മാത്രമല്ല, ഇനിയൊരവസരം മോദിക്ക് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയിലെ സുപ്രീം കോടതി സുപ്രീം അല്ലാതായിത്തീരും. ഈ യാഥാർത്ഥ്യബോധമുള്ള ഉൾബോധമുള്ള ഒരു സുപ്രീം കോടതിയാണ് വളരെ കൃത്യമായി കേജ്രിവാളിനെ എന്തിനാണ് തുറന്നു വിട്ടത്? പോയി തല്ലിയിട്ട് വരാനാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ ചെവിയുടെ കുറ്റിക്ക് 2 അടി കൊടുത്തിട്ട് വരൂ, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ പോയി യുദ്ധം ചെയ്തിട്ട് വരൂ, എന്നിട്ട് 1-ാം തീയതി തിരിച്ചു വന്ന് കയറിക്കോ, കുഴപ്പമില്ല, അതിനു മുന്നേ ഞങ്ങൾ വേറൊരു ഉത്തരവ് ഇടാൻ പോവുകയാണ്. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജാമ്യം കിട്ടിപ്പോയി. ഇത് ജാമ്യമല്ല, ജാമ്യാപേക്ഷയിൽ വിധിയില്ല, ഇത് ജാമ്യാപേക്ഷ അല്ല. അറസ്റ്റ് ചോദ്യം ചെയ്യുന്ന റിട്ട് ഹർജിയാണ്, ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. യെസ്, നേരത്തെ കെജ്രിവാളിൻ്റെ കാര്യത്തിലും സമാനമായൊരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു.